സെപ്റ്റംബർ 27, 2025 തമിഴക വെട്രി കഴകത്തിന്റെ നേതാവായിട്ടുള്ള വിജയ് കരൂരിലേക്ക് വരുന്നു. എത്താമെന്ന് പറഞ്ഞ സമയത്തിൽ നിന്നും 4 മണിക്കൂറോളം വൈകിയാണ് അദ്ദേഹം ആ സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ ഒരുപാട് ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേത് അതൊരു ചെറിയ ഏരിയ ആയിരുന്നു. ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തായാലും അദ്ദേഹം വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓരോരോ ആളുകളായിട്ട് കുഴഞ്ഞു വീഴാനായി തുടങ്ങി. ഇപ്പോഴുള്ള അവസ്ഥയിൽ 18 പുരുഷന്മാരും 14 സ്ത്രീകളും 10 കുട്ടികളും, അങ്ങനെ ആകെ മൊത്തം 41 പേരാണ് അവിടെ മരിച്ചത്. ഇതുപോലുള്ള പ്രചാരണവുമായി ബന്ധപ്പെട്ട് തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടി 41ഓളം ആളുകൾ മരിക്കുക എന്ന് പറയുന്നത് ഇതാദ്യമാണ്, വേദനാജനകവുമാണ്. സോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് TVK തമിഴക വെട്രി കഴകത്തിന്റെ നേതാവായിട്ടുള്ള വിജയ്ക്കെതിരെ ഒരുപാട് പേർ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ TVKയുടെ നേതാക്കൾ പറയുന്നത് ഇത് DMKയുടെ പ്രശ്നമാണെന്നാണ്. അവിടെ ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഭരണത്തിൽ നിൽക്കുന്ന ആ പാർട്ടിക്കാരാണ് ഇതിനെല്ലാത്തിനും കാരണം. അവർ കൃത്യമായിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റീസും ഫെസിലിറ്റീസും ഒന്നും തന്നെ ഞങ്ങൾക്ക് തന്നില്ല. അത് മാത്രമല്ലാതെ ഞങ്ങൾ ചോദിച്ച സ്ഥലമല്ല അവർ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഉള്ളത്, അത് കൂടാതെ അവിടെ മറ്റാരും കാണാത്ത എന്നാൽ ഇപ്പോൾ വെളിയിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. TV റിപ്പോർട്ടുകളും ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളും ബന്ധപ്പെടുത്തിയിട്ട് എന്തായിരിക്കാം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഈ അനലൈസ് ചെയ്യുന്നതിന് ശേഷം ഞാൻ എൻ്റെ ഒരു അനുഭവം, ഈ തിക്കിലും തിരക്കിലും പെട്ടാൽ എന്തായിരിക്കും ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എന്നുള്ള എൻ്റെ അനുഭവം കൂടെ പറഞ്ഞുതരാം ഈ വീഡിയോയുടെ അവസാനം. സെപ്റ്റംബർ 27 നാമക്കൽ, കരൂർ എന്നീ 2 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാമെന്നാണ് വിജയ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലം വിസിറ്റ് ചെയ്ത് അവിടെയുള്ള ജനങ്ങളെ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗമെല്ലാം തന്നെ കേൾപ്പിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്ത ശേഷം ഈ പറയുന്ന കരൂരിലേക്ക് വരികയായിരുന്നു. ഈ ദിവസത്തിന് മുമ്പ് ട്രിച്ചി, അയലൂർ എന്നീ 2 സ്ഥലങ്ങളിൽ അതിഗംഭീരമായിട്ട് പ്രസംഗിച്ചിട്ട് അവിടെയുള്ള ജനങ്ങളുടെ എല്ലാം തന്നെ ശ്രദ്ധ നേടിയെടുക്കാനായിട്ട് വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടേക്ക് വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വിജയ് പ്രസംഗിച്ച ശേഷം, വിജയുടെ ആ ഒരു പൊളിറ്റിക്കൽ പവർ കാണിച്ച ശേഷം നേരെ ഈ പറയുന്ന കരൂരിലേക്ക് വരുന്ന സമയത്ത് വിജയിന്റെ വണ്ടിനെ ഫോളോ ചെയ്ത് വലിയൊരു ജനക്കൂട്ടം തന്നെ വരുന്നുണ്ടായിരുന്നു. ഓൾറെഡി കരൂരിൽ വിജയെ കാത്തിട്ട് ഒരുപാട് പേര് കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളോളം. സോ വിജയുടെ വണ്ടി ഈ പറയുന്ന കരൂർ ഭാഗത്തേക്ക് എത്തിയപ്പോൾ വിജയിന്റെ പുറകിൽ വലിയൊരു ജനക്കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ജനക്കൂട്ടം ഓൾറെഡി കാത്തു നിൽക്കുന്ന ജനങ്ങളിലേക്ക് ഇടിച്ച് കയറിയപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു തിക്കും തിരക്കുമായി. ഓൾറെഡി വൈകിയാണ് വിജയ് കരൂരിലേക്ക് എത്തിയത്. വന്ന പാടെ അദ്ദേഹം സംസാരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് അദ്ദേഹം ആ നിൽക്കുന്ന വണ്ടിയുടെ താഴ്ഭാഗത്ത് കൂടെ ആംബുലൻസ് ഒരു ഭാഗത്തേക്ക് 2 ആംബുലൻസുകൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ആ പോകുന്ന ആംബുലൻസ് എന്താണ് സംഭവിച്ചത് എന്ന രീതിയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരാൾ മയങ്ങി വീണു എന്ന് മറുപടിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വിജയ് എടുത്തു കൊടുത്തിട്ട് അയാളെ ആംബുലൻസിൽ കയറ്റിയിട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം തുടരാനായിട്ട് വീണ്ടും തീരുമാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും 1, 2, 3, 4 ആളുകൾ വീണ്ടും കുഴഞ്ഞു വീഴാനായി തുടങ്ങി. അതുകൂടാതെ എൻ്റെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ നല്ല രീതിയിൽ നിലവിളിക്കുന്ന ഒരു ശബ്ദവും വിജയ്ക്ക് നല്ല രീതിയിൽ കേൾക്കാം. 3-4 പേര് കുഴഞ്ഞു വീണു, ഒരു കുട്ടിയെ കാണാനില്ല. ഈ ഒരു കാര്യം പറഞ്ഞ് വിജയ് അവരോട് പറയുന്നുണ്ട് ആ കുട്ടിയെ അന്വേഷിക്കൂ, അതുകൂടാതെ ആ കുഴഞ്ഞു വീണവർക്ക് വെള്ളം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം വിജയ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. കാര്യം ആ സാഹചര്യം എല്ലാം തന്നെ നല്ല രീതിയിൽ മോശമാവാണ്. വീണ്ടും ഒരുപാട് ആംബുലൻസ് ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ തുടരെ വീണ്ടും മയങ്ങി വീഴുന്നു എന്നുള്ളൊരു വാർത്ത വീണ്ടും വിജയ് കേൾക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും മാറിപ്പോവാമെന്ന് വിജയ് തീരുമാനിക്കുകയാണ്. ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ നിന്നും ഒഴിഞ്ഞു പോകാനായി ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹം പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും നല്ല രീതിയിൽ ചാഞ്ഞു വരുന്നുണ്ട്. ആ ഒരു തിരക്കിന്റെ കൂട്ടം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആടി ഒലഞ്ഞ പോലെ ഇങ്ങനെ മാറുന്നുണ്ട്. ഇങ്ങനെ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ എല്ലാവരും ഒരു ഭാഗത്തേക്ക് മാറുന്നതിന്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു അതിന്റെ സൈഡിലായിട്ട് അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. ആ ഒരു റോഡിന്റെ ആ ഒരു അഴുക്കുചാലിനുള്ളിലേക്ക് 1-2 പേര് വീഴാനായി തുടങ്ങി. അവർക്ക് മുകളിലേക്ക് വീണ്ടും ആളുകൾ വീഴുകയാണ്. അവരുടെ മുകളിൽ അവരുടെ തലയിലൊക്കെ ചവിട്ടിയിട്ട് ഓരോ ആളുകൾ ശ്വാസം മുട്ടിയിട്ട് വെപ്രാളത്തിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. 2 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള 41 പേരാണ് അതിദാരുണമായിട്ട് ശ്വാസം കിട്ടാതെ മരിച്ചത്. എത്ര പേര് ആ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു എന്നുള്ള കാര്യം വിജയ് അറിയുന്നില്ല. കുറച്ച് പേര് മയങ്ങി വീണു, ഒരു കുട്ടിയെ കാണാനില്ല. ഈ കാര്യം അറിഞ്ഞപ്പോൾ സ്ഥിതി വീണ്ടും വഷളാവണ്ട. വിജയ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറാണ്. അയാളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് യുവജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വിജയെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നത്. സത്യത്തിൽ വിജയ് എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആ സ്ഥലത്തേക്ക് വന്നത് എങ്കിലും അവിടെ എത്തിയിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം പേരും
വിജയിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ വിജയിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. സോ വിജയ് അവിടെ കൂടുതൽ സമയം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഗതി ഇതിനേക്കാളും വഷളാവും, കൂടുതൽ ആളുകൾ മരണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിജയ് ആ സംഭവ സ്ഥലത്ത് നിന്നും ഒന്നും പറയാതെ അവിടെ നിന്നും പോയി, സ്വന്തം വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും വിജയനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ സംഭവ സ്ഥലത്ത് നിന്നില്ല, അവരെ രക്ഷിക്കാനായിട്ട് കൂടെ നിന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നാമത്തേത്, ഇത് സിനിമയല്ല. വിജയ് എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് തളർന്ന് വീണ ആളുകളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു തീരുമാനം ചെയ്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് അതിനേക്കാളും ഏറ്റവും വലിയ അബദ്ധമാവും. ഈ മയങ്ങി വീണ ആളുകൾക്കും അവരുടെ കുടുംബക്കാർക്കും മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ പെയിൻ അറിയുള്ളൂ. ബാക്കി അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും വിജയ് എന്ന് പറയുന്നത് ഒരു സിനിമാ നടനാണ്. അതുകൊണ്ട് തന്നെ അയാളെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവർ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടാക്കും. അത് വീണ്ടും മോശം അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ വിജയ് ആ ഭാഗത്ത് നിന്നും ആ സമയത്ത് പോയത് നല്ല കാര്യമാണ് എന്നേ നമുക്ക് ഈ വെളിയിൽ നിന്നും നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടത്, വിജയെ കാണാനുള്ള ആരാധകർ, വിജയിനോട് ഇഷ്ടമുള്ള ആളുകൾ മാത്രമല്ല ആ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം വിജയ് ആകെ കുറച്ച് സമയം മാത്രമേ അവിടെ സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരാൾ ചെരുപ്പ് കൊണ്ട് ആ ഭാഗത്തേക്ക്, ആ സ്റ്റേജിലേക്ക് ചെരുപ്പ് വലിച്ചെറിയുന്നുണ്ട്. അതുകൂടാതെ കല്ലുകളും വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഒരു മനഃപൂർവ്വമായിട്ടുള്ള സംഘർഷ സാഹചര്യം ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അന്വേഷണത്തിനുള്ള ഉത്തരവെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ടീം ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരുടെ പേരിലാണ് യഥാർത്ഥ കുറ്റം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് CCTV വിഷ്വൽസും പിന്നെ അവിടെ ആരുടെയൊക്കെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ട് അവരൊരു തീരുമാനത്തിലെത്തും. ആ തീരുമാനത്തിൻ്റെ അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് ഒരു ക്ലിയർ റിപ്പോർട്ട് അവർ ഗവൺമെന്റിന് കൊടുക്കുകയും ചെയ്യും. ആ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പല മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇതുപോലൊരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആരാണോ അവിടേക്ക് വന്നത്, ആരെ കാണാനാണോ ജനങ്ങൾ എല്ലാവരും കൂടിയത്, ആ വ്യക്തിയുടെ പേരിലായിരിക്കും എല്ലാ കുറ്റങ്ങളും ചുമത്തപ്പെടുക. സോ നമ്മൾ അല്ലു അർജുൻ്റെ കേസെല്ലാം തന്നെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയ്ക്കെതിരെയാണ് കൂടുതൽ ആരോപണം വന്നിരിക്കുന്നത്. ഇവിടെ വിജയിൻ്റെ പേരിൽ അല്ലെങ്കിൽ തമിഴക വെട്രികഴകം എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയുടെ പേരിൽ വന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എത്താമെന്ന് പറയുന്ന സമയത്ത് നിന്നും ഏകദേശം 4 മണിക്കൂറോ 5 മണിക്കൂറോളം വൈകിയാണ് അവർ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയും സമയം അവിടെ ജനങ്ങൾ വെള്ളമൊന്നും കിട്ടാതെ നിൽക്കുകയായിരുന്നു. ഇനി TVK ഭരണ പാർട്ടിയായിട്ടുള്ള DMK കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതുപോലൊരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് അവർ ചോദിച്ച സ്ഥലം ഇതല്ല, ഇത് വളരെ ഇടുങ്ങിയ സ്ഥലമാണ്, ഒരുപാട് ജനങ്ങൾക്കൊന്നും അവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. ഏകദേശം ഒരു 15,000-20,000 ജനങ്ങൾക്ക് മാത്രമേ നിൽക്കാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ ആ സ്ഥലത്ത് ആ സമയത്ത് 1,00,000-ൽ കൂടുതൽ ജനങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ച സ്ഥലം, അവർ ചോദിച്ചത് കുറച്ചുകൂടെ വലിയ സ്ഥലമാണ്. ആ ഒരു സ്ഥലം ഗവൺമെന്റ് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടത് ഒരു പെർട്ടിക്കുലർ പാർട്ടിയല്ല, അത് ആരാണോ ഭരിക്കുന്നത് അവരാണ്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള പോലീസിനെ അവിടെ കൊടുത്തിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. പോലീസ് കൃത്യമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ വൈകിയിട്ടുണ്ട് എന്നും ഒരു ആരോപണമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയിനെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് എല്ലാവരുടെയും മനസ്സിലെ വലിയൊരു ചോദ്യചിഹ്നം. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വിജയ് എന്ന് പറയുന്ന വ്യക്തി ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജനങ്ങളെ സംസാരിക്കാനായിട്ട് വരികയാണ്. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റിനോട് ചോദിച്ച പെർമിഷൻ അനുസരിച്ചുള്ള സ്ഥലത്താണ് അയാൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സെലിബ്രിറ്റി ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ ജനങ്ങൾ തടിച്ചുകൂടിയതല്ല. പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിജയ് ആ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അത് ഓൾറെഡി പെർമിഷൻ എടുത്തതാണ്. പക്ഷേ അളവിൽ കവിഞ്ഞ ആളുകൾ ആ ഭാഗത്തേക്ക് എത്തിയതും അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയതും ആ ഒരു ചെറിയ സ്ഥലത്തിനുള്ളിൽ ജനങ്ങൾ ഇത്തരത്തിൽ തിങ്ങി നിറഞ്ഞു പോയതും വിജയിനെ കുറ്റപ്പെടുത്താനുള്ള കാരണങ്ങളാവോ എന്ന് നമുക്കറിയില്ല. കാരണം അത് പിന്നീടുള്ള റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. വിജയ് മരിച്ചവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ കുടുംബത്തിനും വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല. ഇവിടെ 41ഓളം ആളുകൾ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ വളരെ വിഷമം തോന്നുന്നൊരു കാര്യം അതിൽ ചെറിയ കുട്ടികളുണ്ട് എന്നതാണ്. ഈ ചെറിയ കുട്ടികളെയൊക്കെ ഇതുപോലൊരു ജനക്കൂട്ടത്തിനിടയിലേക്ക് എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾ കൊണ്ടുവരുന്നത്? അതാണ് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യം. അത്രയ്ക്കും മണ്ടന്മാരായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട ഉദ്ഘാടനം ചെയ്യാനോ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്റർ വിസിറ്റ് ചെയ്യാനോ ഒന്നും വന്ന വ്യക്തിയല്ല, ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അത് ചിന്തിക്കാനുള്ള ഒരു ബേസിക് നോളജ് ഇല്ലാതെ ഈ കുട്ടികളെ എന്തിനാണ് കൊണ്ടുവരുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. 2 വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് എന്തറിയാം? ഓക്കെ, ഇനി ഫൈനലി എൻ്റെ ഒരു അനുഭവം പറയാം. ഈ തിക്കിലും തിരക്കിലും പെടുന്ന സമയത്ത് നമ്മളുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത്. എനിക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനൊരു ആർമി റാലിക്ക് പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പാലക്കാട് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ആർമി റാലി. സോ ഇത്ര ജില്ലകൾക്ക് പങ്കെടുക്കാം എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ പുലർച്ചയോടുകൂടി അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് തമ്പടിക്കുന്നുണ്ടായിരുന്നു. ആദ്യം കയറിയിട്ട് ഈ ടെസ്റ്റുകളെല്ലാം തന്നെ എടുക്കാലോ, അല്ലെങ്കിൽ ആദ്യം തന്നെ മുന്നോട്ട് പോയിട്ട് വരാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഞങ്ങൾ പോയപ്പോൾ അതൊരു ക്യൂ ആയിരുന്നു, ഒരു ക്യൂ ആയിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് പിന്നെ ഉള്ളിലേക്ക് പോവുക. മുട്ടിക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിന്ന് പോയി. പക്ഷേ ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയ സമയത്ത് ഈ ക്യൂ എല്ലാം തന്നെ സ്പ്ലിറ്റായി പോയി. ആകെ മൊത്തം ആ ഗേറ്റിന് ഉള്ളിലേക്ക് കിടക്കാനായിട്ട്, ഈ ഒരു പരിപാടി നടക്കുന്നതിന് ഉള്ളിലേക്ക് കിടക്കാനായിട്ട് ഉന്തും തള്ളുവായി എന്ന് പറയുമ്പോൾ അവിടെ മൊത്തം ഒന്നാമത്തത് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണല്ലോ. അപ്പം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ പെട്ട് നല്ല രീതിയിലുള്ള തിക്കും തിരക്കും, നല്ല രീതിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരാൾ അവിടെയുള്ളൊരു ഫ്രണ്ടിലുള്ളൊരു വ്യക്തിയെ കൈകൊണ്ട് ഒന്ന് അമർത്തി പുഷ് ചെയ്താൽ പോലും അത് വലിയ രീതിയിലുള്ള തിരമാല പോലെ ഇങ്ങനെ അടിഞ്ഞു പോകും. ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെയും അതിന് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെയും അവിടെ നിൽക്കുന്ന ആളെയും എല്ലാം ഇത് നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ നമ്മൾ ശ്വാസം എടുക്കുന്നത് ഒരാളുടെ മുഖത്തേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ അവനും ശ്വാസം എടുക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാനായി തുടങ്ങും, നമുക്ക് ശ്വാസം മുട്ടാനായി തുടങ്ങും. പിന്നെ ഈ തിക്കി തിരക്കുന്നതിൻ്റെ ആ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയെങ്കിലും പ്രാണവായു കിട്ടണം എന്നുള്ളൊരു പെടച്ചിലായിരിക്കും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെട്ട് എനിക്ക് ജോലിയും വേണ്ട ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വെളിയിൽ എത്തിയാൽ മതി എന്നൊരു തോന്നലുണ്ടാവും. അവിടെ ഈ പറയുന്ന തിരക്ക് നടക്കുന്ന സമയത്ത് ആ റാലിയുടെ ഉദ്യോഗസ്ഥർ ആ സമയത്ത് അവിടെ പെട്ടെന്ന് ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. വലിയൊരു ഗേറ്റ് ഉണ്ട്, പിന്നെ ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ ഇവർ ഓരോരോ ആളുകൾ എന്തോ കടത്തി വിടുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എല്ലാവർക്കും ഒരേ ഹെൽത്ത് ആയിരിക്കില്ലല്ലോ. ഹെൽത്ത് വളരെ മോശമായ ആളുകളെല്ലാം തന്നെ നല്ല രീതിയിൽ കരയാനായി തുടങ്ങി, നിലവിളിക്കാനായി തുടങ്ങി. എനിക്ക് ജോലി വേണ്ട ഒന്നും വേണ്ട, എന്നെ ഇതൊന്നും വെളിയിൽ എടുത്താൽ മതി വേണ്ടിയിട്ട് ഇവർ നിലവിളിക്കുകയാണ് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അവസാനം വളരെ മോശമാവും സാഹചര്യം എന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് അവർ ആ വലിയ ഗേറ്റ് ഒറ്റയടിക്ക് അങ്ങ് തുറന്നു. ഒരുപാട് പേര് അവിടേക്ക് കമിഴ്ന്നടിച്ച് വീഴുകയും ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും അതിനിടയിൽപ്പെട്ട എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, വലിക്കാൻ കിട്ടുന്നില്ല. നമ്മൾക്ക് ഫ്രണ്ടിൽ കണ്ണൊക്കെ മങ്ങാൻ തുടങ്ങും, നമ്മുടെ തലയൊക്കെ അങ്ങനെ എന്തോ പോലെ ഇടുങ്ങിയ പോലെ തോന്നും, കണ്ണിങ്ങനെ തന്നെ നമുക്ക് മയങ്ങി വീഴുന്നതിൻ്റെ ആ ടെൻഡൻസിയാണ്. അപ്പോൾ ഇത് ഇടുങ്ങുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ഈ 41 പേരും ഈ മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ട് അതിദാരുണമായിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണമായിരുന്നു ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത്. വിജയ് എന്ന് പറയുന്നത് അയാളൊരു നോർമൽ പൊളിറ്റീഷ്യൻ മാത്രമല്ല, അയാളൊരു ഫിലിം സ്റ്റാറാണ്. അത് മാത്രമല്ലാതെ വലിയൊരു ഫിലിം സ്റ്റാറാണ്, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അയാളെ കാണാനായിട്ട് പാർട്ടി എന്നൊരു ഇൻറ്റൻഷനോട് കൂടി അല്ലാതെ ഒരുപാട് ആളുകൾ ആ ഭാഗത്തേക്ക് വരും. അങ്ങനെ വന്ന ആളുകളാണ് ഈ കുട്ടിയെയും കൊണ്ടെല്ലാം തന്നെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അവർ ചെയ്ത ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണത്. അപ്പോൾ അങ്ങനെ വന്ന ആളുകളാണ് കൂടുതലായിട്ടും ഇതിനിരയായിരിക്കുന്നത്. ഒരു പക്ഷേ അവർ വിജയുടെ പാർട്ടിയിലേക്ക് ചേരാനോ അയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതനുസരിച്ച് വലിയ രീതിയിൽ എന്താ പറയുക രോമാഞ്ചം വരാനോ ഒന്നും പോയ ആളുകളായിരിക്കില്ല. വിജയെ ഒരു നോക്ക് കാണുക പറ്റുകയാണെങ്കിൽ അതിൽ ഞാൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, മകനോ ഒരു കുട്ടിക്ക് പേരിടണം, വിജയ് പേരിടണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു മുൻകൂട്ടി കാണണമായിരുന്നു. അങ്ങനെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ളൊരു സുരക്ഷ അവിടെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ രീതിയിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അറിയിക്കാം. വല്ലാതെ വിഷമിപ്പിക്കുന്നൊരു കാര്യമായിപ്പോയി. 41 പേരോളം മരിച്ചു, അതിൽ കുട്ടികൾ മരിച്ചു. ഒന്നും അറിയാത്ത കുട്ടികൾ ഈ രീതിയിൽ ആ ഒരു അവസ്ഥ ഞാൻ അനുഭവിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. നമ്മളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകും. ഒന്ന് കരഞ്ഞാൽ പോലും എല്ലാവരും നമ്മൾ മുഖത്ത് നോക്കി കരയുന്ന ആളുകളാണ് ഉണ്ടാവുകയുള്ളൂ. നമ്മളെ രക്ഷിക്കാനോ അങ്ങനെ ആരും ഉണ്ടാവില്ല. അതൊരു വല്ലാത്തൊരു അവസ്ഥയായി പോയി എന്തായാലും.